ഹലോ. അപ്പം എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് ജീവിതമാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല വിശേഷമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ വാട്ട് ഡേ ലൈഫ് അങ്ങനല്ല, ഒരു ഡേ ലൈഫാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പെയിനെന്ന് വെച്ചാൽ വയറുവേദന കേട്ടോ. അത് ഒരു സ്ത്രീ ആയാലും അനുഭവിക്കേണ്ടതല്ലേ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മളതിനെ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. നമുക്കെന്താണോ ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നല്ല കാര്യങ്ങൾ മാത്രം കേട്ടോ, അതുകൂടി എടുത്തു പറയണം. അപ്പം നമ്മളപ്പോൾ ഒരാൾ കമൻറ്റ് ഇടുന്നത്, പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്, കമൻറ്റ് പറഞ്ഞ് ബാഡ് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ആ ബാഡ് കമൻറ്റ് ഒരിക്കലും നമ്മളത് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അത്തരം കമൻറ്റ്സ് റിപ്ലൈ കൊടുക്കേണ്ട ഒരു ആവശ്യം, നമുക്ക് അരി വാങ്ങിക്കണമെങ്കിൽ ഇവരാരും നമുക്ക് തരില്ല. അപ്പോൾ ഇവന്മാർക്ക് ഈ കമൻറ്റ് ഇടുക, നേരം പോക്കി ടൈം പാസ് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ഇടുക, തെറി പറയുക, അങ്ങനെ എഴുതുക, ഇങ്ങനെ എഴുതുക, അതാണ് അവരുടെ ജോലി. രാവിലെ മുതലേ അവർ കാണുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളതിന് കൂടുതൽ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എനിക്ക് ചില മാന്യത ചമഞ്ഞുള്ള ബാഡ് കമൻറ്റ് ഇടുന്നവരോടുള്ള റിപ്ലൈ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓരോരുത്തരുടെ മാനസികാവസ്ഥകൾ ഓരോരുത്തർക്കും അറിയാം. അപ്പം ഓരോരുത്തർക്ക് എത്രത്തോളം വിഷയമുണ്ടെന്ന് ഓരോരുത്തർക്കാണ് അറിയുക, അല്ലാണ്ട് നിങ്ങൾക്കല്ല. കാണുന്ന നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ 15 സെക്കൻഡോ കാണുന്ന പോലെയല്ല ഓരോരുത്തരുടെ ലൈഫിൽ. ഓക്കെ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഈയിടെയായിട്ട് വർക്കൗട്ട് ചെയ്യാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, നല്ല മടി പിടിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലത്തെ മെയിൻ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുട്ടികളെ കളിപ്പിക്കും. കുറച്ച് കോഴിമക്കളെ വിരിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോഴിമക്കളെ ഇങ്ങനെ കളിപ്പിക്കും, നല്ല രസമാണ്. പിന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക. പിന്നെ ഒരു പോസിറ്റീവ് എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ മോർണിംഗിൽ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന നല്ല വൈബാണ് കേട്ടോ. കരിങ്ങാരി വായിൽ കുടുങ്ങി, അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ. പിന്നെ അത് കഴിഞ്ഞ് ഒരു വലിയൊരു നേന്ത്രപ്പഴം കഴിക്കും കേട്ടോ. കാരണം ഇവിടെ ഒന്ന് റോഡ് പണി തുടങ്ങിയിട്ടുണ്ട്. റോഡ് പണി നമ്മൾ ഓൾറെഡി ഇവിടെ ഇറ്റാച്ചി കൊണ്ടുവന്നിട്ട് റോഡൊക്കെ ഇങ്ങനെ നികത്തുകയാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ പൂച്ചക്കുട്ടിലും നായ്ക്കുട്ടിലും ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടു. ഇതിൻ്റെ 2 അമ്പാടി, റെനിയ മാമി ആൻഡ് എൻ്റെ പഗ്ഗുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ റോഡ് പണിയാണ് ഞാൻ അവിടെ നേരത്തെ കാണിച്ചത്. നല്ല തണുക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ മുഖത്ത് 2 കുരു വന്നു. പിന്നെ അത് കഴിഞ്ഞ് രാവിലത്തെ മോർണിംഗത്തെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടൻ ചായയും പഴവും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇതാണ് രാവിലത്തെ ഒരു ചെറിയൊരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കാരണം ഞാൻ വലിയ രീതിയിൽ ഇപ്പോൾ ഡയറ്റിങ്ങിലാണ്, അതുകൊണ്ട് വലിയ രീതിയിൽ ഇപ്പോൾ വേണ്ട. നല്ല കട്ടൻ ചായ കിട്ടിയിട്ട് മധുരടാത്താണ്, ഷുഗർ ഇപ്പോൾ നിർത്തി കംപ്ലീറ്റ്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ടാറ്റാ, ബൈ, ലവ് യു ഓൾ. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ.